Praise the Lord. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രഹബോത്ത് മിനിസ്ട്രീസിന്റെ അനുഗ്രഹിക്കപ്പെട്ട സ്പെഷ്യൽ മീറ്റിംഗിൽ കർത്താവിന്റെ സാക്ഷിയായി ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ വലിയവനായ ദൈവമടിന്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ അഭിഷക്ത ദാസി, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗവരതനായ യേശു ക്രിസ്തു നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിച്ചു കൊള്ളട്ടെ. വേഗത്തിൽ കർത്താവ് എന്റെ പക്കൽ ഏൽപ്പിച്ച ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം. ആ ഇരുമ്പ് പൊങ്ങി വന്ന്, എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. ആ ഇരുമ്പ് പൊങ്ങി വന്ന് എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ട്, എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിലും ഏകാഗ്രമാക്കിയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിന്റെ പ്രാരംഭ വാക്യമാണ് നാം വായിച്ചത്. ആ ഇരുമ്പ് പൊങ്ങി വന്ന് എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉടരജന ഹടകൽക്കമന ഹംദൽക്കരാധന വൈസസിയാർച്ചൽ പ്രമാനക ഹംദരാരകൽക്കമാനിയ എല്ലാ ഹൃദയങ്ങളും ഒന്ന് ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്ക്. എല്ലാ ഹൃദയ ഭാരങ്ങളും ഒന്ന് വിട്ടുകളഞ്ഞ് അപ്പന്റെ പാദവിടെ സമ്പൂർണമായി രാത്രികാലം ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. മാനുഷിക ശബ്ദം നമ്മെ തളർത്തി കളയും കേട്ടോ. ആമെ മാനുഷിക ശബ്ദം നമ്മെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ആമെ മെറീന മജോ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. മാനുഷിക ശബ്ദം നമ്മെ തളർത്തോ, മാനുഷിക ശബ്ദം നമ്മെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും, മാനുഷിക ശബ്ദം നമ്മെ നിരാശയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ സ്വർഗത്തിലെ അപ്പന്റെ ഇമ്പവേറിയ ശബ്ദം അത് നമ്മെ ജീവിപ്പിക്കുന്നതാണ്, അത് നമ്മെ പുറത്തു കൊണ്ടുവരുന്നതാണ്, അത് നമുക്ക് ബലം പകരുന്നതാണ്, അത് നമുക്ക് ശക്തി നൽകുന്നതാണ്. ഉടമന ഘടക ശന്തൽക്കമാന ഇന്ന് രാത്രി ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ. ഓരോ യേശുവിന്റെ നാമത്തിൽ അപ്പാ അവിടുത്തെ പാദപടിയോട് ഞങ്ങൾ അടുത്തു വരികയപ്പാ. ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിക്കണമപ്പാ. വചനത്തിന്റെ കലവരങ്ങളെ തുറക്കണമപ്പാ. വചന വെളിപ്പാടിന്റെ ആഴങ്ങൾ ഇറക്കണമപ്പാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്റെ ജനത്തോട് എന്താണ് സംസാരിപ്പാനുള്ളത്? ഓ ഈ മിനിസ്ട്രിയോട് എന്താണ് സംസാരിപ്പാനുള്ളത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ അവിടുന്ന് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ദർശിച്ചു കേൾപ്പാൻ, അവിടുത്തെ വചനം ശ്രദ്ധിച്ചു കേൾപ്പാൻ, അവിടുത്തെ ആലോചന സഭയോട് ഞങ്ങൾ അടുത്തു വരികയാപ്പാ. ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് രാത്രികാലം വചനമയച്ചു വിടുവിക്കണമേ. ഞങ്ങളെ ഒന്ന് വിവേചിക്കണമപ്പാ. ഈ അന്തരീക്ഷത്തെ ആത്മാവ് വിവേചിക്കണമേ. നിന്റെ മക്കളെ പരിശുദ്ധാത്മാവ് വചനമാകുന്ന കണ്ണാടി ഇന്ന് രാത്രിയിൽ വിവേചിക്കട്ടെ കർത്താവ്. ഒരു വലിയ ദൈവ പ്രവൃത്തി നിന്റെ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം. ഇന്ന് രാത്രി വെളിപ്പെടേണ്ട ദൈവ പ്രവൃത്തിയെ തടയുന്ന വാഴ്ചകൾ, അധികാരങ്ങള്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികള്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകള്, അത് ഉപയോഗിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയോ അതിന്റെ പ്രവർത്തന മേഖലകളെയോ അതിന്റെ ബുദ്ധി കേന്ദ്രങ്ങളെയോ അതിന്റെ ശക്തി കേന്ദ്രങ്ങളെയോ അതിന്റെ സഞ്ചാര പാതകളെയോ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ദൈവ സഭയാകുന്ന ഞങ്ങള് ഒരുമിച്ച് രാത്രി ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുന്ന ദൈവത്തിന്റെ വചനമാണല്ലോ. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടുന്ന ദൈവത്തിന്റെ വചനമാണല്ലോ. കേട്ടേണ്ടത് കേട്ടപ്പെടട്ടെ, അഴിയേണ്ടത് അഴിയപ്പെടട്ടെ യേശുവിന്റെ നാമത്തില്. ഇന്ന് രാത്രികാലം ഒരു വലിയ ദൈവ പ്രവൃത്തി പരിശുദ്ധാത്മാവിന്റെ ജനത്തിന്റെ മേൽ അയക്കണമേ. മഴയും ഹിമവും ആകാശത്ത് പെയ്യുകയോ അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്ത് തിന്മാൻ ആകാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു വാവെ ഫലവത്താക്കി വിളയിക്കുന്ന പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, എന്റെ ഇഷ്ടം നിവർത്തിക്കുമെന്ന് അവിടുത്തെ വചനമാണല്ലോ. അതിവേഗം ഓടുന്ന വചനമയച്ച രാത്രി വലിയൊരു വിടുതൽ നിന്റെ ജനത്തിന്റെ മേൽ കൽപ്പിക്കണം. ദൂതന്മാരിറങ്ങി ശുശ്രൂഷ ചെയ്യുന്ന രാത്രിയായി തീരട്ടെ. കുഞ്ഞാന്റെ രക്തത്തിൽ എല്ലാ തലങ്ങളെയും മറയ്ക്കുന്നു. അങ്ങയുടെ പൊന്നുനാമം മാത്രം ഈ രാത്രിയിൽ മഹത്വം എടുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ നാം വായിച്ചത് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7ന്റെ പ്രാരംഭ വാക്യമാണ് വായിച്ചത്. ആ ഇരുമ്പ് പൊങ്ങി വന്നു. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ ഇരുമ്പ് പൊങ്ങി വന്നതുപോലെ? ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന വിഷയം, എത്ര യോർദാന്റെ ആഴം പിടിച്ചു വച്ചാലോ ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പൻ എനിക്കൊരു മറുപടി തരുമെന്ന് ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവിശ്വാസമുള്ള എല്ലാ ഹൃദയങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദീർഘനാളുകളായി ഉപവസിക്കുന്നപ്പ, ദീർഘനാളുകളായി രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ, പലരോട് പറഞ്ഞു പ്രാർത്ഥിപ്പിച്ചു, പക്ഷേ എന്റെ വിഷയത്തിന്റെ അകത്തൊരു നീക്കുപോക്കില്ലല്ലോ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന പറയുകയാ. ആ ഇരുമ്പ് പൊങ്ങി വന്നതുപോലെ യോർദാന്റെ ആഴ പിടിച്ചു വച്ചതായ പ്രവാചക ശിഷ്യന്റെ ഇരുമ്പായുധ പൊങ്ങി വന്നതുപോലെ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി അവൻ ഇന്ന് രാത്രികാലം പൊങ്ങി വരാൻ പോകുകയാ. ഇന്ന് രാത്രികാലം പൊങ്ങി വരാൻ പോകുകയാ. സിജി പ്രമോദ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. ആമെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ആ ഇരുമ്പ് പൊങ്ങി വന്നതുപോലെ യോർദാന്റെ ആഴങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന മേഖലകൾ ഇന്ന് രാത്രി പൊങ്ങി വരാൻ പോകുകയാ. ആ മറുപടി കരത്തിൽ എത്താൻ പോകുകയാ. ആ മറുപടി കരത്തിൽ എത്താൻ പോകുകയാ. ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോകുകയാ. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ ഇരുമ്പ് പൊങ്ങി വന്നതുപോലെ ഒരിക്കലും സ്ഥാപിക്കയില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ അകത്ത്, ഇനി ഒരു ദൈവപ്രവൃത്തി കാണുകയില്ലെന്ന് പറയുന്ന വിഷയങ്ങളുടെ അകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കാൻ പോകുകയാ. അതുകൊണ്ട് മുൻവിധി കൂടാതെ ഇന്ന് രാത്രികാലം കേൾക്കപ്പെടുന്ന ദൈവവചനത്തോട് ഒന്ന് പ്രതികരിക്കുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രികാലം ഈ ദൈവവചനം നിന്നോട് സംസാരിപ്പാൻ ഇടയായി തീരോ. ഈ ദൈവത്തിന്റെ വചനം നിന്റെ ഭവനത്തിന്റെ അകത്ത്, നിന്റെ വിഷയങ്ങളുടെ മേൽ, നിന്റെ തലമുറകളുടെ അകത്ത്, നിന്റെ കുടുംബജീവിതത്തിന്റെ മേല്, ശുശ്രൂഷ മേഖലകളുടെ മേല് ഒരു വലിയ ദൈവപ്രവൃത്തിയായി വ്യാപരിപ്പാനായിട്ട് ഇടയായി തീരും. നോക്കണമേ, തിരുവചനം വായിക്കുമ്പോൾ 6-ാം അധ്യായം 1-ാം വാക്യമൊക്കെ വായിക്കുമെന്ന് നമുക്കറിയാം. എലീസയും തന്റെ പ്രവാചക ശിഷ്യന്മാരെയുമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആരാണ് എലീസ? അവൻ ഏലിയാവിന്റെ ഉത്തമ ശിഷ്യനായിരുന്നു എലീസ. ആബേലിന്റെ ഗോലയിലെ ധനികനായ ഒരു കൃഷിക്കാരന്റെ മകനായിരുന്നു എലീസ. ഏലിയാവിന് ശേഷം പ്രവാചക ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു എലീസ. നോക്കണമേ, മണ്ണിനെ പൊന്നാക്കി സമൃദ്ധിയുടെ പാണ്ഡികശാല നിറയ്ക്കേണ്ടവന് തന്റെ കലപ്പയേന്തിയ കരങ്ങൾ കൊണ്ട് കരുത്തുറ്റ മണ്ണിനെ കീറി മുറിക്കുമ്പോൾ നോക്കണമേ, ദൈവം അവനെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. തന്റെ അപ്പൻ ഏൽപ്പിച്ചതായ ജോലി വിശ്വസ്തയോടെ ചെയ്തതായി ഏലീസയെ സ്വർഗത്തിലെ അപ്പൻ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. നോക്കണമേ, മരിക്കാൻ കിടന്നതായ ഏലിയാവിനെ, ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങിയ ഏലിയാവിനെ സ്വർഗീയ ഭോജനം നൽകി ബലപ്പെടുത്തിയിട്ട് ഏലീസയുടെ അടുക്കലേക്ക് അയച്ചെന്തിനാണെന്നറിയാമോ? തനിക്ക് പകരക്കാരനായി അഭിഷേകം ചെയ്യുവാൻ സ്വർഗീയ ശക്തിയുടെ പുതപ്പുമായിട്ട് ഏലിയാവിനെ ഏലീസയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, നിന്നെ ജീവിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചോ. സെലിൻ കോശിയാന്റെ ജീവിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? രോഗക്കിടക്ക മാറ്റിവിരിച്ചത് എന്തിനാണെന്നറിയാമോ? ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. ചിലതിന്റെ മേൽ അഭിഷേകം കൈമാറുവാൻ വേണ്ടിയാ. ചിലതിനെ ശുശ്രൂഷയ്ക്കായി പുതിയ നിയോഗത്തിനായി ഒരുക്കുവാൻ വേണ്ടിയാ. ഇന്ന് രാത്രികാലം എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കോ? ഓ റമൻ, ആ മരണക്കിടക്കയില്, ആ മരിക്കാൻ ആഗ്രഹിച്ച സമയത്ത്, ആ രോഗക്കിടക്കയില് ഇനി എന്ത് ചെയ്യും മുന്നോട്ട് പോകുവാൻ? ഒന്നും അറിയത്തില്ല, എന്ത് ചെയ്യും അപ്പ? ഒരു വഴിയും എന്റെ മുമ്പിലില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തില്, എല്ലാം തകർന്നെല്ലാം നഷ്ടപ്പെട്ടു വന്ന് നീ ചിന്തിച്ച സാഹചര്യങ്ങളില് ഏലിയാവിനെ പോലെ അഭിഷേകത്തിന്റെ പുതപ്പുമായി സ്വർഗീയ അപ്പൻ നിന്റെ അടുക്കൽ ഇറങ്ങി വന്നെങ്കില്, ചില ദൂതന്മാരെ പോലെ ചില വ്യക്തികളെ നിന്റെ ഭവനത്തിലേക്ക് അയച്ചെങ്കില്, ഓ റമനഘടക ശബ്ദൽക്കമന മരിക്കുവാനല്ല, ജീവനോ
അവിടെ പ്രവർത്തികളെ വർണ്ണിക്കുവാനെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന പറയുമ്പോൾ തന്നെ സെലിൻ കോസി ആന്റിയോട് ദൈവാത്മാവ് പറയുകയാ, അടകമനകടകസിയ മരിക്കയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കോ എന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തു. ഉടമന മരണം നിന്നെ മാടി വിളിച്ചതാ. അടകമനകടക ശാന്തൽക്കമന അർദ്ധമനകട ഒരു കൂട്ടം പേര് കുഴിവെട്ടി കാത്തിരുന്നതാ. അടകമനകടക ശത്രുവിന്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കാതെ ആയുസ്സും ആരോഗ്യം തന്നത് എന്റെ കരമെങ്കില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക, ഈ ദിവസങ്ങളിൽ ഹൃദയത്തിൽ ചുമക്കുന്ന ചില ഭാരങ്ങളുണ്ട്, നീ ചുമക്കുന്ന ചില നിന്ദകളുണ്ട്, അതിന്റെ അകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഇന്ന് രാത്രി എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കോ, അപ്പ എന്നെ ജീവിപ്പിച്ചത്, എനിക്ക് ആയുസ് തന്നത്, എനിക്ക് ആരോഗ്യം തന്നത്, ഉടമന ഘടക സിബി ബിജു മരിക്കാൻ ആഗ്രഹിച്ച എനിക്ക് ആമൻ ആയുസ് തന്നത്, എല്ലാം തകർന്നു എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച എനിക്ക് ഓ റമന ഘടക ശാന്തൽക്കമന ആയുസ് നീട്ടി തന്നത്, ഓ റമന ഘടക ശാന്തൽക്കമന തകർച്ചകളെ മാറ്റിയത്, തകർന്നിരിക്കുന്ന ചിലതിനെ പണിയുവാൻ ഉടമനഘടകരകൽക്കമാനിയ തകർന്നിരിക്കുന്ന ചിലതിനെ പണിയുവാൻ ഉടമനഘടക ശാന്തൽക്കമാനിയ ഇന്ന് രാത്രി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും കർത്താവ്? അവിടുന്ന് എന്നെ ജീവിപ്പിച്ചിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാ. കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിനായി ഞാനിതാ എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുക. നോക്കണമേ, ദൈവ വിളിക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടവനാണ് എലീസ. ആമേൻ. നോക്കണമേ, ആത്മീയ പതനത്തിന്റെ കാലഘട്ടമാണ്. പക്ഷേ പാപത്തിനെതിരെ അതിശക്തമായി പോരാടിയ പ്രവാചകനായിരുന്നു എലീസ പ്രവാചകൻ. ജയകരമാകുന്ന ജീവിതം നയിച്ചവനായിരുന്നു എലീസ പ്രവാചകൻ. അവൻ ജനത്തിന്റെ ഇടയിലാണ് ജീവിച്ചത്. ഏലിയാവ് മറ്റൊരു തരത്തിലുള്ള ശുശ്രൂഷയായിരുന്നെങ്കിൽ എലീസയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ജനത്തിന്റെ ഇടയിൽ ഇറങ്ങിയുള്ള ശുശ്രൂഷയായിരുന്നു. രാജാക്കന്മാരുടെ ഉപദേഷ്ടാവായിരുന്നു എലീസ പ്രവാചകൻ. ചിലരെ അഭിഷേകം ചെയ്തവനാണ് എലീസ പ്രവാചകൻ. തിരുവചനം വായിക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാരുടെ നേതാവായിരുന്നു ഈ എലീസ പ്രവാചകൻ. നോക്കണമേ, എലീസ പ്രവാചകനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം, തന്റെ മരണക്കിടക്കയിലും ദൈവത്തിന്റെ ദൂത് രാജാവിനോട് കൈമാറിയവനാണ് എലീസ പ്രവാചകൻ. അതുകൊണ്ട് പ്രായം ഇത്രയായി, എന്റെ ആരോഗ്യം ക്ഷയിച്ചോ, ആരോഗ്യം ക്ഷയിച്ചാലോ, പ്രായം എത്രയായാലോ, നിന്റെ സാഹചര്യം എത്ര പ്രതികൂലമായിരുന്നാലോ, ഉടമന ഘടക ശാന്തൽക്കമാനിയ എന്റെ ദൈവത്തിന് ഒരു വിഷയമല്ല കേട്ടോ. ആഡം എന്ന ഐഡിയിലുള്ള ആന്റിയോട് ദൈവാത്മാവ് പറയുകയാ, പ്രായം എത്രയായാലോ, ശരീരത്തിന്റെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലോ, ആ ഏലീസയെ ഉപയോഗിച്ചതുപോലെ ഉടമന രഗവനമന ഘടകശിയാന ഇനിയും എനിക്ക് നിന്നെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ഈ ദിവസങ്ങളിൽ ഒന്നും കൂടെ അപ്പന്റെ കരങ്ങളിലും ഏൽപ്പിച്ചു തരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാ. ഉടമന രഗന ഘടക ശാന്തൽക്കമാനിയ അർഗമന ഘടക ധൂരജല ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ദിവസങ്ങൾ വലിയ ദൈവ പ്രവൃത്തി ഭവനത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് മാറാ മധുരമാകാൻ പോകുകയാ, മാറാ മധുരമാകാൻ പോകുകയാ, മാറാ മധുരമാകാൻ പോകുകയാ. ഒരു വലിയ ദൈവ പ്രവൃത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ. നോക്കണമേ, ഏലിയാവിനെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഏലിയാവ് ഇസബേലിന്റെ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് 100 മൈൽ അകലെയുള്ളതായ ബെർശേബ മരുഭൂമിയിൽ പോയി കിടന്ന് മരിക്കുവാൻ ആഗ്രഹിച്ചു. എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ഞാൻ നല്ലവനല്ലെന്ന് പറഞ്ഞു. പക്ഷേ എലീസയെ നോക്കണമേ, 6-ാം അധ്യായം വായിക്കുമ്പോൾ എലീസ പ്രവാചകന് നേരെ കർമ്മേലിലേക്ക് പ്രവാചക ശിഷ്യനെ പിടിക്കുവാൻ വേണ്ടി അരാം രാജാവ് തന്റെ ശക്തിയുള്ള സൈന്യത്തെ അയക്കുമ്പോൾ പ്രവാചകനായ എലീസ എങ്ങും ഓടിപ്പോയില്ല കേട്ടോ. അവൻ എവിടെ ഇരുന്നോ അവിടെ തന്നെ ഇരുന്ന് ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, പ്രതിസന്ധികൾ കാണുമ്പോൾ ഓടുന്നവരെ അല്ല എന്റെ ദൈവത്തിന്
ദൈവത്തിന് വേണ്ടത് പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും ഉറച്ചു നിന്ന ദൈവപ്രവൃത്തി കാണുവാൻ ചിലരെ പരിശുദ്ധാത്മാവ് രാത്രിയിൽ സഹായിക്കട്ടെ. പ്രതിസന്ധികൾ കാണുമ്പോൾ, പ്രതികൂലങ്ങൾ ഏറുമ്പോൾ, ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ സാഹചര്യം വിട്ട് ഓടി ഒളിക്കുകയല്ല വേണ്ടത് കേട്ടോ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, ഏത് സാഹചര്യത്തിന്റെ അകത്താണോ നിന്ദിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്, ഉടയപ്പെട്ടത്, അതേ മണ്ഡലത്തിന്റെ അകത്ത് തന്നെ നിർത്തി മാനിക്കുവാൻ കഴിവുള്ളൊരു ദൈവമാണ് ഷിജൻ. ഐഡിയയിലുള്ള അച്ഛനോട് ദൈവാത്മാ പറയുക, എവിടെ ഉടയപ്പെട്ടോ, എവിടെ തകരപ്പെട്ടോ, അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒരു ഏലിയാവിനെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, ഉടയപ്പെട്ട ഇടത്ത്, നിന്ദിക്കപ്പെട്ട അതേ ഇടത്ത് തന്നെ ഒരു യോസഫ് മാനിക്കപ്പെട്ടതുപോലെ അപവാദ പുറത്തു വന്ന ഇടത്ത്, അടകമന കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഇടത്ത്, അതേ ഇടത്ത് തന്നെ യോസഫിനെ മാനിച്ചതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയാ, ഒരു മാന്യത വെളിപ്പെടാൻ പോകുകയാ. ചില വിരോധ രേഖകളെ ദൈവാത്മാവ് രാത്രിയിൽ തിരുത്തി മാറ്റുകയാ. പ്രാർത്ഥിക്കുന്നവന് വിരോധമായി രേഖ എഴുതി പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ മൗനമായിരുന്നില്ല. അവൻ തന്റെ പ്രാർത്ഥന നിർത്തിയില്ല കേട്ടോ. അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രാർത്ഥിച്ചവൻ സിംഹത്തിന്റെ ഗുഹയിൽ വീണില്ലെന്നല്ല, അവൻ സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്ത് വീണ് വെച്ച് സിംഹങ്ങൾ കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ചവരുടെ വായെ അടച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രികാലം നിനക്കെതിരെ, നിന്റെ ഭവനത്തിനെതിരെ ഉയരുന്നതായ ചില വായികളെ ദൈവാത്മാവ് ശാസിക്കുകയാ. രാമനാഥന അടൽ ഖമനദ അംദൽ ഖമനദന വൈഡൽ ഖമനബന മൗഷസിയാർത്ഥന പ്രവാദിയാനക. ആമേൻ. നോക്കണമേ പ്രിയരെ, ആമേൻ. ഇവിടെ കർമ്മേലിൽ തന്നെ ഇരുന്ന് ദൈവപ്രവൃത്തി കണ്ടനുഭവിച്ചവനാണ്. ഏകസി ഒഴികെ തനിക്ക് ഉണ്ടായിരുന്നതായ എല്ലാ പ്രവാചക വൃന്ദങ്ങളും ഉള്ള സാഹചര്യങ്ങൾ അറിഞ്ഞ് പ്രവാചകനായ ഏലീശയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരായിരുന്നു. നോക്കണമേ, ഹിസ്കിയാവിനെ എടുത്തു നോക്കിക്കേ. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി കയറി വന്നപ്പോൾ താൻ എങ്ങോട്ടും ഓടിപ്പോയില്ല. സോണി ജോഷി അവൻ ആലയത്തിലേക്ക് കടന്നു എന്ന് കേട്ടോ. ആലയത്തിലേക്ക് കടന്നു എന്നിട്ട് ആ കത്തുണ്ടല്ലോ, ആ ഭീഷണി കത്ത് ഇങ്ങനെ തുറന്നിട്ട് ആലയത്തിൽ വെച്ചിട്ട്, ഇതാണ് സങ്കരവിന്റെ ഭീഷണി കത്ത്. കഷ്ടവും നിന്നയുമുള്ള ദിനമാ. കുഞ്ഞുങ്ങൾ പ്രസവിക്കാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. വലിയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാര്? ഹിസ്കിയ രാജാവ്. വിഷയം എവിടെ കൊണ്ടുവന്ന തുറന്നറിയാമോ? ആലയത്തിന്റെ അകത്ത്. ഇന്ന് രാത്രിയിൽ ആലയത്തിന്റെ അകത്ത് വെച്ചൊരു ദൈവപ്രവൃത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തു. കണ്ണുനീരെടുക്കുന്ന വിഷയത്തിന്റെ അകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തു. ശത്രു അടച്ചു കളഞ്ഞ മേഖലകളിൽ തുറക്കുന്ന ഒരു ദൈവപ്രവൃത്തി, നീ സാക്ഷ്യം പറയുന്ന ഒരു ദൈവപ്രവൃത്തി, വാഗ്ദത്തം കരങ്ങളിലേന്തി സാക്ഷ്യം പറയുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന പറയുക. നോക്കണമേ, ഇവിടെ അവർ പറയുക, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം എന്താണ്? ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. അതുകൊണ്ട് ഒരു വിശാലത ഞങ്ങൾക്ക് ആവശ്യമാണ്. 107 സങ്കീർത്തനം 6 വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്റെ ഉള്ളിൽ ബലം നൽകി, എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. മിനി ജേക്കബ് ആന്റി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. കഴിഞ്ഞ നാളുകളിലെ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് ചില വിശാലതകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പരിശുദ്ധാത്മാവ് ആലോചന നൽകുക. കഴിഞ്ഞ നാളുകളിൽ ചെയ്തതായ ചില ദൈവപ്രവൃത്തികൾ ഓർത്ത് കർത്താവിന്റെ മഹത്വം കരേറ്റ് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന വിഷയത്തിന്റെ അകത്ത് പിറുപിറുക്കാതെ കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്തതായ ദൈവപ്രവൃത്തിയെ ഓർത്ത് കർത്താവിന്റെ മഹത്വം കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. ഉടമന രഗനഘടക ശാന്തൽ കമാനിയ അർഗമന ഘടക ശാന്തൽ കമാനക. നമ്മുടെയൊക്കെ ഒരു കുഴപ്പം
ആരംഭമാ. ദൈവം ചെയ്ത പ്രവർത്തികളെ പ്രതിസന്ധി വരുമ്പോ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ദൈവ പ്രവർത്തികളെ നാം മറന്നു പോകുന്നവരാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ മറന്നിട്ടുണ്ടെങ്കിൽ ഞാനിതാ മടങ്ങി വരുന്നപ്പാ, ഞാനിതാ മടങ്ങി വരുന്നപ്പാ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് എനിക്ക് വേണ്ടി ഒരു ദൈവ പ്രവർത്തി ചെയ്യുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പാ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ. മിന്നി ജയിക്കാം. ഓ കാറ്റ് കാണില്ല, മഴ കാണില്ല, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുകയും കാറ്റ് കാണില്ല, മഴ കാണില്ല, പക്ഷേ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയോ. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, പക്ഷേ ഒരു ദൈവ പ്രവർത്തി നീ അനുഭവിക്കാൻ പോകുകയാ. നോക്കണമേ, ഇവിടെ അവര് പറയാ ഞങ്ങൾ യോർദാനോളം ഒന്ന് ചെല്ലട്ടെ. ആമേൻ ആമേൻ. നോക്കണമേ, യോർദാനോളം ഒന്ന് ചെന്ന് ഞങ്ങൾ മരം മുറിക്കുവാനായിട്ട് ചെല്ലട്ടെ. അപ്പൊ അതുവരെ അവരിരുന്നത് എവിടെയാ? ഇടുക്കമുള്ള ഞെരുക്കമുള്ള ഇടത്താണ് തങ്ങൾ ഇരുന്നത്. തങ്ങൾക്ക് ബോധവാന്മാരായി തങ്ങൾ ആമേൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്താണ്? ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണെന്ന് അവർക്ക് ബോധ്യമാണ്. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാ, ഐക്യതയില്ലാതെ ആമേൻ ഒരു ഇടുക്കവും മാറത്തില്ല, ഒരു ഞെരുക്കവും മാറത്തില്ല, ഒരു വിശാലതയും ഉണ്ടാകത്തില്ല. അത് ഭവനത്തിലായാലും ശുശ്രൂഷയിലായാലും ഏതു മേഖലയിലായാലും ഇന്ന് രാത്രി ദൈവാത്മാ പറയാ, ചില ഭവനങ്ങളുടെ അകത്ത് ഐക്യതയെ പൊട്ടിച്ചിരിക്കുന്ന പൈശാചിക തലങ്ങളെ ദൈവാത്മാവ് ശാസിക്കുകയാ. റമനഘടകസിയ അന്തരൽ ഖമാനഘടകസിയാന്റെ ഐക്യതയെ പൊട്ടിച്ചിരിക്കുന്ന മണ്ഡലം അടിയട്ടെ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ഉടമന രഗനഘടക ശബ്ദന അഭിഷേകമുള്ള വായ്, അധികാരമുള്ള വായ്, അടക മനഘടക ശബ്ദന അസഭ്യം പറയുവാൻ ഉള്ളതല്ലെന്ന് ചിലരോട് പരിശുദ്ധാത്മാവ് ആലോചന നൽകുകയാ. അടക മനഘടക ശബ്ദനെ ആമേൻ. അഭിഷേകമുള്ള വായ്, അധികാരമുള്ള വായ്, ആമേൻ. അസഭ്യം പറയുവാൻ ഉള്ളതല്ല. ഇന്ന് രാത്രികാലം അതര ശുദ്ധീകരണത്തിനായി ചിലർ വ്യക്തമായി ഏൽപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ആഹ്വാനം ചെയ്യുകയാ. വൈഡമന്ന പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്, വെളിപ്പാടുണ്ട്, ദൂതുണ്ട്, ഓ എല്ലാം ഉണ്ട്, ഉപവാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിന്റെ അതരത്തിന്റെ അകത്തെ അശുദ്ധിയെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് വിളിച്ചു പറയുകയാ. ഓ നിന്റെ വായു ദൈവത്തിന്റെ ആയുധശാലയാണെന്ന് മറന്നു പോകരുത്. നിന്റെ വായു ദൈവത്തിന്റെ ആയുധശാലയാണെന്ന് മറന്നു പോകരുത്. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്തേ കർത്താവേ, എന്റെ അധരങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്റെ അധരങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഒരു അധര ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തേ. ഓ ഭവനത്തിനുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ അയൽവാസിയായ ഒരു വ്യക്തി, ഓ കൂട്ടുകാരായ ഒരു വ്യക്തി, ചാർച്ചക്കാരായ വ്യക്തി, ഓ ആമ ജോലി സ്ഥലത്തെ കൂടെയുള്ള വ്യക്തി, ഭവനത്തിൽ അകത്തുള്ളവർ ഒരു വാക്ക് പറയുമ്പോ 10 വാക്ക് പറയുവാൻ നിന്റെ നാം ഉപയോഗിക്കരുത്. ചിലരോട് ദൈവാത്മാവ് പറയുകയാ. ഒന്ന് പറയുമ്പോ 10 പറയാനുള്ളതല്ല നിന്റെ വായ്. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് പറയാ, നീ മൗനമായിരുന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണും. നീ സംസാരിക്കുന്നത് കൊണ്ട് ചില വിഷയത്തിന്റെ അകത്ത് മറുപടി ഇല്ലാത്തത് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തേ. നീ ഒന്ന് മൗനമാകുവാൻ തയ്യാറായിക്കേ. സ്വർഗത്തിലെ അപ്പന് പ്രവർത്തിക്കുവാൻ നീ ഒരു അവസരം കൊടുക്കുവാൻ ചിലരോട് വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാ. ഒന്നിലധികം പേരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാ. ഉടമന രഗദന വംശമന ഘടകസിയാന വൈഡമ ഹതുന രഗൽകമാനിയ. ഭവനത്തിന്റെ അകത്തൊരു ഐക്യത വെളിപ്പെടട്ടെ. അടൽക്കരാധന വൈഡമാനയ അന്തൽ കബാരക ശംഭവാരകൽ കമനയടക ചസിയാന്തരെ റീമാനക ശംദൽ പ്രൗഢമന. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ഒരധര ശുദ്ധീകരണത്തിനായി ഞാനിതാ എന്നെ തന്നെ ഏൽപ്പിക്കുകയാപ്പാ. ഓ ഭവനത്തിന്റെ അകത്ത് ഓ പൊട്ടിക്കിടക്കുന്ന ഐക്യതയുടെ മണ്ഡലങ്ങള് ദൈവാത്മാവ് വീണ്ടും 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 അതിനെ കൂട്ടി യോജിപ്പിക്കുന്നത് പോലെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. ഓ ഭാര്യ ഭർത്താവ് തമ്മില്, ഓ അപ്പനും മക്കളും തമ്മിൽ, അമ്മയും മക്കളും മരുമക്കളും തമ്മില് ഓ എന്നതുപോലെ ഐക്യതയെ പൊട്ടിച്ചിരിക്കുന്ന തലങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി ചില ഭവനങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ചില പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയോ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ.
വൈനജാലധാനിയ ശാന്തൽ കബാരിയസ്തേ വാവൽ റൗഡിവി ഹംദൽ കബാരഗടക ശാന്തരാധന. ആമേൻ. നോക്കണമേ, വലിയ ശുശ്രൂഷകൾ, വലിയ ദൗത്യം മുന്നിലുണ്ട്. പക്ഷേ ആമേൻ, എന്താവശ്യമാ? ഐക്യത ആവശ്യമാ. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്ത എത്ര പേരുണ്ട്? അഡഗമനഘടക ശാന്തൽ കമാനിയ അർഗമനഘടകസ്. ആരെന്റെ കൂടെ നിന്നില്ലെങ്കിലോ, ആമൻ, ആരെനിക്കൊപ്പം നിന്നില്ലെങ്കിലോ, ആരെനിക്ക് കൈത്താങ്ങൽ തന്നില്ലെങ്കിലോ, ആമൻ, ആരെന്നെ അംഗീകരിച്ചില്ലെങ്കിലോ, ഞാൻ ഒറ്റയ്ക്കായിരുന്നാലോ, അപ്പാ അഡഗമനഘടക ശാന്തൽ കമാനിയ, ഞാൻ വിശ്വസ്തയോടെ നിൽക്കോ, ഞാൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കോ, ഞാൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കോ. ഉടമനഘടക ശാന്തൽ കമാനിയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഓ ആൻസി ജേക്കബ്, ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ്റെ. അടകമനഘടക സുയാന. യേശു കർത്താവ് ഒറ്റയ്ക്ക് ഗദസമനയ്ക്കകത്ത് താൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ആമെ മറ്റാരും കൂടെയില്ല. ഓ പ്രാർത്ഥിക്കുവാൻ ചിലരെ കൂടെ കൊണ്ടുപോയി. അവർ ആമൻ കല്ലേറ് ദൂരത്ത് മാറിയിരുന്ന് ഉറങ്ങുകയാ. അടകമനഘടകസി ആരും കൂടെ ഇല്ല. പക്ഷേ അവൻ ഒറ്റയ്ക്കിരുന്ന് യേശു കർത്താവ് കരയുമ്പോൾ ആമൻ അവൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് ആ ഗദസമനയ്ക്കകത്ത് അവനെ ബലപ്പെടുത്തുവാനിടയായി. ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന ഗദസമനയ്ക്കകത്ത്, ഗദസമായ അനുഭവത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാലോചന പറയുക. ആമൻ നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ദൂതൻ നിന്റെ ഭവനം വിസിറ്റ് ചെയ്യുകയാ. അടകമനക ശാന്തൽ കമാന അന്തരാ ജഗൽ കമാനക ക്ഷസിയാന. ദൈവത്തിന്റെ ദൂതൻ നിന്റെ ഭവനം വിസിറ്റ് ചെയ്യുകയാ. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. ഒരു വലിയ ദൈവ പ്രവൃത്തി കാണാൻ പോകുകയാ. ഒരു വലിയ ദൈവ പ്രവൃത്തി അനുഭവിക്കുവാൻ പോകുകയാണ്. നോക്കണമേ, ഇവരെങ്ങോട്ടാ പോയത്? യോർദാനിലേക്കാണ് ഇവർ പോയത്. ആമ യോർദാനിൽ ചെന്ന് മരം മുറിച്ചു കൊണ്ടുവന്ന് തങ്ങളായിരിക്കുന്ന ഇടത്തൊരു വിശാലത വരുത്തുവാൻ, ഞെരുക്കം മാറ്റുവാൻ വേണ്ടിയാണ് ഇവർ കടന്നുപോയത്. യോർദാൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നന്മയ്ക്കെതിരെ നിൽക്കുന്ന മലശക്തിയാണ് യോർദാൻ എന്ന് പറയുന്നത്. ആമ ലെബാനോന്റെ പാർശ്വത്തിൽ നിന്ന് ഉത്ഭവിച്ച് ആമ താഴോട്ടൊഴുകി മേരോ തടാകത്തിൽ വന്ന് ആമൻ അവിടെ നിന്ന് ആമൻ ഒഴുകി ഗലീല കടലിൽ നിന്ന് അവിടെ നിന്ന് ഒഴുകി ചാവുകടലിൽ അവസാനിക്കുന്നതാണ് യോർദാന്റെ ഉത്ഭവവും അവസാനവും എന്ന് പറയുന്നത്. അപ്പോൾ ലെബാനോന്റെ പാർശ്വത്തിൽ നിന്ന് ഉത്ഭവിച്ച് ആമൻ മേരോ തടാകം വഴി താഴോട്ടൊഴുകി ഗലീല കടലിലെത്തി അവിടെ നിന്ന് ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് എവിടെയാണ്? ചാവുകടലിലാണ് അവസാനിക്കുന്നത്. അപ്പൊ നോക്കണമേ, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ലെബാനോന്റെ പർവ്വത നിരയിലാണ് ആമൻ യോർദാന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പൊ നദിയല്ല വിഷയോ, അതിന്റെ ഉത്ഭവ സ്ഥാനമാണ് വിഷയം. ആമൻ ഈ നദിക്ക് 3 പോഷക നദികളുണ്ട്. ആമൻ ഏതാണെന്നറിയാമോ? അതിലൊന്നാണ് ആമൻ യാബോക്ക് കടവെന്ന് പറയുന്നത്. ഭക്തനായ യാക്കോബ് ഇരുന്ന് മല്ലുപിടിച്ച് പ്രാർത്ഥിച്ച് ആമൻ അവൻ അനുഗ്രഹം പ്രാപിച്ച ഇടമാണ് ആമൻ യാബോക്ക് നദി എന്ന് പറയുന്നത്. ഇതിലൊരു പോഷക നദിയാണ് യാബോക്ക് എന്ന് പറയുന്നത്. ആമൻ നോക്കണമേ, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ. ആമൻ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുകയാണ്. ആമൻ സമാധാനമുള്ള ദേശത്ത് നീ നിർഭയമായി വസിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? അപ്പോൾ ഘോര മൃഗങ്ങളുള്ള ഇടമാണ് യോർദാന്റെ വൻകാട് എന്ന് പറയുന്നത്. വിഷപ്പാമ്പുകളുള്ള ഇടമാണ് യോർദാന്റെ വൻകാട് എന്ന് പറയുന്നത്. ആമൻ ആമൻ വൃക്ഷങ്ങൾ, വള്ളികളാൽ നിറയപ്പെട്ട വൃക്ഷങ്ങളുള്ള ഇടമാണ്. ആമൻ വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന ഇടമാണ് യോർദാന്റെ വൻകാട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വൻകാട്ടിന്റെ അകത്ത് പ്രതിസന്ധികളെ വകവയ്ക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് ഐക്യതയോടെ ആര് പുറപ്പെട്ടു? തങ്ങൾക്കൊരു വിശാലത ആവശ്യമാ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഞാൻ ചിലരോട് പറയട്ടെ, ആമൻ ഈ ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ ഇരുന്നാ മതിയോ? ഒരു വിശാലത വേണ്ടേ? ഒരു വിശാലത വേണ്ടേ? ആമൻ വിശാലത വേണമെങ്കിൽ ഐക്യത ഭവനത്തിന്റെ അകത്ത് വെളിപ്പെടട്ടെ. അടകമനക ശാന്തൽക്കമാനക ക്ഷസിയാനക. നോക്കണമേ, ഇവർ ഐക്യതയോടെ ഒരുമിച്ച് പുറപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കണം, യോർദാൻ എന്ന് പറയുന്നത് വൻകാടാണ്. യോർദാൻ എന്ന് പറയുന്നത് മരണനിഴലിന്റെ താഴ്വരയാണ്. നോക്കണമേ, ദൈവജനത്തിന്റെ വാഗ്ദത്ത നന്മയാകുന്ന കൊയ്ത്തിനെ അപകരിക്കുന്ന യോർദാൻ. നമുക്കറിയാം, തിരുവചനം വായിക്കുമ്പോൾ കൊയ്ത്തുകാലമൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകുമെന്ന് തിരുവചനം വായിക്കുന്നു. നോക്കണമേ, അനേകർ ഈ മലശക്തിയുടെ സ്വാധീനത്തിൽ പെട്ടിട്ട് ചാവുകടൽ എന്ന ന്യായവിധിക്കകത്ത് അവസാനിച്ചപ്പോൾ ഈ യോർദാനിലേക്ക് വൻമരം വെട്ടുവാൻ പോയതായ പ്രവാചക ശിഷ്യന്മാരോട് ഈ യോർദാൻ വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. അനേകർ ഇതിന്റെ അകത്ത് കയറി വന്നത്
ഈ യോർദാന്റെ അകത്ത് അനേകർ ചവിട്ടിയതാ, ഈ യോർദാന്റെ അകത്ത് അനേകർ കാലുകുത്തിയതാ. അവരെയൊക്കെ ന്യായവിധിയുടെ ചാവുകടലിന്റെ അകത്ത് അവസാനിപ്പിച്ച യോർദാനാ ഞാന്. ഓ പ്രവാചക ശിഷ്യന്മാര്, നിങ്ങളെയും അതുപോലെ ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് യോർദാന്റെ ശക്തി വെല്ലുവിളിക്കുമ്പോൾ പലരുടെയും ആത്മീയ യാത്രകൾ പകുതിയിൽ വെച്ച് അവസാനിപ്പിച്ച ഇടമാണ് യോർദാൻ എന്ന് പറയുന്നത്. രഹബോത്ത് മിനിസ്ട്രി സൈഡിലുള്ള ആ അഭിഷക്ത ദാസി കുടുംബത്തോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, പലതിന്റെയും ആത്മീയ യാത്രയെ പാതിയിൽ അവസാനിപ്പിച്ച യോർദാനിലാ നിൽക്കുന്നത്. ആ യോർദാനിന് വെല്ലുവിളിയുണ്ട്, പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകും ചിലവിനെ. ആമേൻ 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 പകുതിയിൽ വെച്ച് യാത്രയെ അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ യോർദാന്റെ വെല്ലുവിളികളെ വകവെക്കാതെ പ്രവാചക ശിഷ്യന്മാർ മുൻപോട്ട് കയറിയതുപോലെ ഇന്ന് രാത്രികാലം ആത്മാവിൽ യോർദാനിലേക്ക് കാലടി വെച്ച് ആത്മാവിൽ പൊരുതുവാൻ തയ്യാറായാൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയും. അപ്പൊ പലരെയും പകുതിയിൽ അവസാനിപ്പിച്ച യോർദാൻ ഇപ്പൊ ആർക്ക് നേരെ നിൽക്കുകയാ? പ്രവാചക ശിഷ്യന്മാർക്ക് നേരെ നിൽക്കുകയാ. നോക്കണമേ, തിരുവചനം വായിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, പണ്ടൊരിക്കൽ ഈ പെട്ടകമെന്തിയ പുരോഹിതന്മാർ യോർദാന്റെ വക്കത്തവരുടെ കാൽ മുങ്ങിയപ്പോൾ വചനം പറയുന്നു, യോർദാന്റെ ഉത്ഭവം അടഞ്ഞുപോയി. യോർദാന്റെ ഒഴുക്ക് എന്ന് കേട്ടോ ആന്റി. അഭിഷക്ത ദാസി ചില യോർദാന്റെ ഒഴുക്ക് നിൽക്കാൻ പോകുകയാ. ജനം കൊയ്ത്തിന്റെ നന്മയിലേക്ക് കടന്നു. അതുപോലൊരു ദൈവപ്രവൃത്തി, പ്രാർത്ഥനാ വിഷയങ്ങൾ കൊയ്തെടുക്കാൻ പോകുകയാ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യോ. ചുമന്ന് കരഞ്ഞ് വിതച്ചുകൊണ്ട് നടക്കുന്നു. പക്ഷേ കറ്റ ചുമന്ന് അറുത്തുകൊണ്ടു പോകുന്ന ഒരു അനുഭവം പ്രാർത്ഥനാ വിഷയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാ. ഈ മിനിസ്ട്രിക്കകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്തുക. ഒരു കൊയ്ത്തുണ്ട്. അടകമന അതിന് വിരോധമായി ഒഴുകുന്ന യോർദാന്റെ കുത്തൊഴുക്കിന് ഇന്ന് രാത്രി ദൈവാത്മാവ് അതിന് അടിക്കുത്തിടുന്ന രാത്രിയാ. ഇന്ന് രാത്രി അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രാത്രിയാ. ദൂത് കൈമാറുമ്പോൾ ദൈവകരങ്ങൾ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്ത് ഉടമന ഘടക ശാന്തൽ കമന അനവധി വാക്തത്വങ്ങൾ അപ്പ എന്റെ തലമേലുണ്ടോ. ഉഷ ബേബി ആന്റി കയാബ് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ഇതിനകത്തുള്ള ഓരോരുത്തരും ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് സോമി ജോർജ് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് റമനകൾ ശാന്തൽ കമാനിയ അർഗമന കർത്താവേ, അനവധി വാക്തത്വങ്ങൾ എന്റെ മേലുണ്ട്, എന്റെ തലമുറയുടെ മേലുണ്ട്, എന്റെ ഭവനത്തിന്റെ മേലുണ്ട്. ഓ റമനക ശാന്തൽ കമാനിയ അർഗമനക ശാന്തല ജോൺസി ഷിമു ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അനവധി വാക്തത്വങ്ങൾ എന്റെ തലമേലുണ്ടപ്പാ. പക്ഷെ അതൊന്നും നിറവേറുവാൻ കഴിയാതെ വണ്ണോ കൊയ്ത്തിലേക്ക് കടക്കുമ്പോൾ കൊയ്ത്തിന്റെ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ, വാക്തത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ, വാക്തത്വ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണോ അതിനെ തടയുന്നതായ കൊയ്ത്തിന്റെ അനുഭവങ്ങളെ നശിപ്പിക്കുന്നതായ കരകവിഞ്ഞൊഴുകുന്ന യോർദാന്യ ശക്തിയുടെ ഉത്ഭവം ഇന്ന് രാത്രി അടയപ്പെടട്ടെ. പുരോഹിതന്മാർ കാലെടുത്ത് പെട്ടകവുമായി പ്രമാണപ്രകാരം ചവിട്ടിയപ്പോൾ യോർദാന്റെ ഉത്ഭവം അടഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ യോർദാന്റെ മേലെ ഒന്ന് കാൽ വെച്ചേ. ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിന്നെ തളർത്തുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവജനമേ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായിക്കേ. ആ യോർദാന്റെ ഉത്ഭവത്തിൽ ഇന്ന് രാത്രി ആത്മക്കണ്ണ് തുറക്കപ്പെട്ട ദൈവജനം ആത്മാവിൽ ആ യോർദാന്റെ മേലൊന്ന് ചവിട്ടിക്കേ. ദീർഘവർഷങ്ങളായി യോർദാൻ അവൻ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ, ഒരു വിടുതലിലേക്ക് കടക്കുവാൻ കഴിയാതെ, വാക്തത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ, ഒരു സൗഖ്യത്തിലേക്ക് കടക്കുവാൻ കഴിയാതെ അവനത്തെ ഉழைക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളെ ഉழைക്കുന്ന എല്ലാ യോർദാന്റെ ഉത്ഭവം ഇന്ന് രാത്രി അടയപ്പെടട്ടെ. അനേകർ യോർദാന്റെ അകത്ത് കാലുകുത്തിയത്, പക്ഷേ പലതിനെയും വലിച്ചുകൊണ്ട് ന്യായവിധിയാകുന്ന ചാവുകളിൽ അവസാനിപ്പിച്ച
യോർദാൻ, പലതിനെയും പിന്മാറ്റത്തിൽ കൊണ്ടുപോയ യോർദാൻ, പലതിനെയും ഈ പോർക്കളത്തിൽ പട്ടുകളയിച്ച യോർദാൻ, പലതിനെയും ഭയപ്പെടുത്തി പാതിവഴിയിൽ പിന്നോട്ട് വലിച്ച യോർദാൻ, ഇന്ന് രാത്രിയിൽ ദൂതേറ്റെടുക്കുന്ന ദൈവ പൈതല് വാഗ്ദത്തത്തിലേക്ക്, കൊയ്ത്തിന്റെ നന്മയിലേക്ക് അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണോ, അതിലേക്ക് നിന്നെ കടത്താതെ വണ്ണോ, ആമേ കുലം കൊത്തി ഒഴുകുന്ന മരണ യോർദാൻ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ ആയിരിക്കുന്ന ഇടത്ത് ചവിട്ടി പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ആ യോർദാന്റെ മേൽ, ആ യോർദാന്റെ മേൽ, ആ യോർദാന്റെ മേൽ, ആ യോർദാന്റെ മേൽ ഞാൻ ഇന്ന് രാത്രി ജയമെടുക്കുകയാണ്. ഉത്ഭവങ്ങളിൽ രാത്രി അടയുകയാ. ഒഴുക്ക് തടയപ്പെടുകയാ, മേലൊഴുക്ക് നിൽക്കുകയാ, അടിയൊഴുക്ക് നിൽക്കുകയാ. ചില ഉത്ഭവ സ്ഥാനങ്ങൾ ലെബാനോന്റെ പാർശ്വത്തിൽ നീ കാണാത്ത ഒരു ഉത്ഭവമുണ്ട് കേട്ടോ. നിന്റെ പ്രതിസന്ധിയുടെ പിന്നില് ഹാഷ്മി ദൈവകരങ്ങൾ അടി ഏൽപ്പിച്ചു കൊടുത്തോ. ചില പ്രശ്നങ്ങളുടെ പിന്നില് ഉടമന ഘടക ശബ്ദകമന നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ പിന്നില് റമന ഘടകസ്യ വർഷ പഴക്കമുള്ള ചില യോർദാന്റെ ഉത്ഭവം ഉണ്ട് കേട്ടോ. നീ കാണാത്ത ദൈവജനമേ, ദൈവജനമേ, നിങ്ങൾ കാണാത്ത ഒരു ഉത്ഭവം ലെബാനോന്റെ പാർശ്വത്തിലുണ്ട്. ഇന്ന് രാത്രി ആ ഉത്ഭവ സ്ഥാനം അടയട്ടെ. എത്ര വർഷം പഴക്കമുള്ളതായാലോ, എത്ര വർഷം പഴക്കമുള്ളതായാലോ ഇന്ന് രാത്രി അത് അടയപ്പെടട്ടെ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചില യോർദാന്റെ ഉത്ഭവങ്ങൾ നീ കാണുന്നത് യോർദാന്റെ കുത്തൊഴുക്കിനെ മാത്രമാകട്ടോ, പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ഒരു ഉത്ഭവ സ്ഥാനമുണ്ട്, ഒരു ഉത്ഭവ സ്ഥാനമുണ്ട്. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. സജിനി ഹരിദാസ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായിക്കേ. ഉടമന ഘടക ശബ്ദ കമന ഉത്ഭവ സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ. ഉത്ഭവ സ്ഥാനങ്ങളിലേക്ക് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ. സജിനി ഹരിദാസ് ദൈവത്തിന്റെ അഗ്നി തൊടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ശക്തികൾ പിടിച്ചു വച്ചിരിക്കുന്ന അവകാശങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ അഗ്നി ആ മകളെ തൊടട്ടെ, ആ മകളെ തൊടട്ടെ, ആ മകളെ തൊടട്ടെ. നാടിനെ കരടിയും സിംഹവും അമ്മ പിടിച്ചെടുത്തു. വചനം പറയുന്നു അവനതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. അവനതിനെ കീറിക്കളഞ്ഞവന്റെ വായിക്കകത്തു നിന്ന് ദാവീദ് തന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചെടുത്തു. ഇന്ന് രാത്രിയില് വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോ, ചിലതിനെ പിടിച്ചെടുക്കാൻ പോകുകയാ. ശത്രു അപകരിച്ചു വച്ചിരിക്കുന്ന ചില മേഖലകള് ആത്മാവിൽ നിന്ന് രാത്രി പിടിച്ചെടുക്കാൻ തയ്യാറായിക്കോ. നാബോത്ത് പറഞ്ഞ എന്റെ അവകാശം, എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് വിട്ടുതരുവാൻ ഉള്ളതല്ല. റഗദ ഹദര ഹസ്കമന അദൽ ഖര ജുദാരമ അംദൽ ഖമന ഗക്ഷസി അംദൽ ഖമാന ഗന്ധര ദിയാര മൗഡേ. വാഗ്ദത്തങ്ങളെ വൈകിപ്പിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങൾ ശാസിക്കപ്പെടട്ടെ. ആമേൻ. നോക്കണമേ, തിരുവചനം വായിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തില് നോക്കണമേ, ജനം കൊയ്ത്തിന്റെ നന്മയിലേക്ക് കടന്നു. യോർദാന്റെ ഉത്ഭവം അടയപ്പെട്ടു, യോർദാന്റെ ഒഴുക്ക് നിന്നു. ജനം അതിന്റെ കൂടെ മറുകര കയറി. തിരുവചനം പറയുന്നു, യോർദാന്റെ ആഴത്തിൽ നിന്ന് 12 കല്ലുകളെ, അവർ എണ്ണപ്പെട്ട കല്ലുകളെ എടുത്ത് ജ്ഞാപക സ്തംഭമാക്കി വരും തലമുറയ്ക്ക് സാക്ഷ്യം പറയത്തക്കവണ്ണം ജ്ഞാപക സ്തംഭമാക്കി അവർ നിർത്തിയെന്ന്
ഇന്ന് രാത്രിയില് വരും തലമുറയോട് സാക്ഷ്യം പറയത്തക്കവണ്ണോ, വരും തലമുറയോട് സാക്ഷ്യം പറയത്തക്കവണ്ണോ ഒരു ദൈവ പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. ഹുറമന ഹംദൽ കമന അഡറമന ഹംദൽ കരസിയാന്തന വൈജമന ഹർഷസ് പ്രമാനവന ഉടരകൾ പ്രൗഢമനഘടകസി. നോക്കണമേ, ആമൻ ഇതേ സ്ഥലത്തേക്ക് നമുക്കറിയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമെന്ന് നമുക്കറിയാം. ഏലിയാവ് ഇതേ സ്ഥലത്തേക്ക് അഭിഷേകത്തിന്റെ പുതപ്പുമായി വന്ന് ഈ യോർദാന്റെ മേൽ അടിച്ചപ്പോൾ ഈ യോർദാൻ വീണ്ടും വഴി തുറന്നു. ഇന്ന് രാത്രികാലം ആത്മാവിൽ ചവിട്ടുവാൻ തയ്യാറായാൽ, ആത്മാവിൽ ആത്മമണ്ഡലത്തിൽ കയറി ചില മേഖലകളെ അഭിഷേകത്തിന്റെ പുതപ്പ് കൊണ്ട് അടിക്കുവാൻ തയ്യാറായാൽ ചില ഉത്ഭവ സ്ഥാനങ്ങൾ അടയും കേട്ടോ. അടക മനഘടക ശന്തൽക്കമന ദൈവജനമേ, നീ കൊയ്ത്തിന്റെ നന്മ അനുഭവിക്കുവാൻ ഇടയായി തീരോ. വാക്തത്വ നന്മ അനുഭവിക്കുവാൻ ഇടയായി തീരോ. ഉടമന ഘടക ശബ്ദന, അത് ജോലി മേഖലയായാലോ, അത് യാത്രാ സംബന്ധമായ വിഷയങ്ങളായാലോ, ദൈവാത്മാവ് ചില തടസ്സങ്ങളെ എടുത്തു മാറ്റുകയാ. ചില തലമുറകളുടെ മേൽ വലിയ ദൈവപ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാ. ചില കുടുംബ ജീവിതങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയാ. യോർദാന്റെ ഉത്ഭവങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അടയ്ക്കുകയാ. ആമൻ, അടിയേറ്റത് അല്ല അഥവാ ചവിട്ടേറ്റത് യോർദാനിലെ വെള്ളത്തിലാണെങ്കിലോ അടഞ്ഞത് ആമൻ ലെബാനോന്റെ പാർശ്വത്തിലുള്ള ഉത്ഭവ സ്ഥാനമാണ്. ആമൻ, ഇന്ന് രാത്രികാലം ആത്മ കണ്ണ് തുറന്ന ദൈവ പൈതല്, ആത്മാവിൽ ഈ ദൂതേറ്റെടുക്കുമ്പോൾ അടയപ്പെടേണ്ട ചില ഉത്ഭവ സ്ഥാനങ്ങൾ എന്റെ ദൈവം ഈ രാത്രിയിൽ അടയ്ക്കോ. ഊറമന ഹംദര വൈഡമന ഹംദൽ ഖബരഗച്ച സൈഡമാന ഘടക സിയാനക. ആമൻ, നോക്കണമേ, ആത്മീയ ഇടുക്കം മാറുവാൻ വേണ്ടി പുതിയ തീരുമാനവും ഐക്യതയുമുള്ളവരായി നാം മുന്നേറുമ്പോൾ പലവിധമാകുന്ന പ്രതിസന്ധികൾ, പലവിധമാകുന്ന പ്രതികൂലങ്ങൾ, ഒരുപക്ഷെ ആമൻ ലെബാനോന്റെ മലശക്തി, ഒരുപക്ഷെ കാട്ടുമൃഗങ്ങൾ, വിഷപ്പാമ്പുകൾ, ഒരുപക്ഷെ യോർദാനിലെ മരണത്തോളം എത്തേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷെ പിന്മാറരുത് കേട്ടോ. നിന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താ? യോർദാന്റെ വൻകാട്ടിൽ കിടക്കുന്ന ചില വൻമരങ്ങളെ വെട്ടിയെടുക്കുവാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതല്, ഓരോരുത്തരുടെ പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, എന്നെയും നിന്നെയും സ്വർഗത്തിലെ അപ്പൻ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉടമന ഘടക ശാന്തൽക്കമന ആത്മഭാരത്തോടെ ഈ രാത്രി മുന്നേറുവാൻ തയ്യാറാകട്ടെ. ഇല്ല, വൻമരങ്ങളെ മുറിച്ചെടുത്ത് ആലയത്തിന്റെ അകത്ത് ശുശ്രൂഷയ്ക്കായി ആലയത്തിന്റെ അകത്ത് നെടുന്തൂണാക്കി ചിലതിനെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന ചില വൻമരങ്ങള് നിന്റെ കരം കൊണ്ട് തന്നെ വെട്ടിയെടുത്ത് ആലയത്തിൽ കൊണ്ടുവരത്തക്കവണ്ണം ദൈവാത്മാവിന്റെ ചില പ്രവർത്തികൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ആത്മഭാരത്തോടെ മുന്നേറുവാൻ തയ്യാറാകട്ടെ. കാട്ടുമൃഗങ്ങളെ കാണുമ്പോൾ, മനഃശക്തികളെ കാണുമ്പോൾ, മരണത്തോളം എത്തുമ്പോൾ, യോർദാന്റെ വൻകാട്ടിന്റെ അകത്ത് ഒറ്റപ്പെട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഭീതിപ്പെട്ട് തിരികെ പോകുവാൻ അല്ല, ഇന്ന് രാത്രികാല പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, ആത്മാവിലൊന്ന് മുന്നേറുവാൻ തയ്യാറാകട്ടെ. പ്രാർത്ഥന നിർത്തരുത് കേട്ടോ. പ്രാർത്ഥന നിർത്തരുത്. ഒരു വലിയ ദൈവ പ്രവൃത്തി പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. ഡോക്ടർ സബിത ഐഡിയിലുള്ള ദാസിയോട് പരിശുദ്ധാത്മ പറയുകയാ, പ്രാർത്ഥന നിർത്തണ്ട, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഒരു വലിയ ദൈവ പ്രവൃത്തി പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ പോകുകയാ. ഉടമന ഘടക ശാന്തൽക്കമന. പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ അടുക്കൽ എത്തുമ്പോ നമുക്ക് മടുപ്പിടും, നമുക്ക് തോന്നോ, പ്രാർത്ഥിച്ചിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് നാം പറയും. പക്ഷേ ഇന്ന് രാത്രി കാലം ദൈവകരങ്ങൾ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകോ? മടുപ്പുളവാക്കുമ്പോൾ ഓർത്തോണ് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ക്ഷീണം തോന്നുമ്പോ ഓർത്തോണ് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. മതി എന്ന് തോന്നുമ്പോ ഓർത്തോണ് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. റമന ഘടക രകൽ കമന. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത്. നോക്കണമേ, വെട്ടിയെടുത്താൽ എന്തുണ്ടാകും? ഞെരുക്കം മാറും, വിശാലത വെളിപ്പെടും. അത് നിനക്കും ഒരു അനുഗ്രഹമായി തീരോ. അടകമനഘടക ശാന്തൽക്കമന. വലിയ പ്രതികൂലങ്ങൾ ഉണ്ടായെന്നിരിക്കാം കേട്ടോ. വലിയ പ്രതിസന്ധികൾ, അതുവരെ വെളിപ്പെടാത്ത യോർദാനോ, അതുവരെ വെളിപ്പെടാത്ത സിംഹങ്ങളോ, അതുവരെ വെളിപ്പെടാത്ത ഘോരവിഷ പാമ്പുകളോ, അടകമനഘടക ശാന്തൽക്കമാനക. നീ വൻമരം മുറിക്കുവാൻ നീ ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതുപോലുള്ള പ്രതിസന്ധികൾ, അതുവരെ വെളിപ്പെടാത്തത്
വെളിപ്പെട്ടു വന്നെന്നിരിക്കാം, പക്ഷെ പിന്മാറരുത്. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയിൽ മുന്നേറട്ടെ. ഇന്ന് രാത്രികാലം എത്ര പേർ തയ്യാറെടുക്കോ? ഉടമന ഘടക ശാന്തന സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും, സമഭൂമിയായി തീരും. സ്വർഗത്തിലെ അപ്പൻ പറയും, നിനക്ക് ചവിട്ടുവാൻ ഞാൻ അതിനെ സമഭൂമിയായി ഇട്ടു തരികയാ. ആത്മാവിൽ ഇന്ന് രാത്രി അതിന് മേൽ ചവിട്ടി ജയമെടുത്താണ്. സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും, സമഭൂമിയായി തീരും. റീന ആമൻ, സമഭൂമിയായി തീരും, സമഭൂമിയായി തീരും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമൻ, ആത്മനിറവ് പ്രാപിച്ച ദൈവ പൈതല് ആത്മാവിൽ അതിനെ മേൽ ചവിട്ടി ജയമെടുപ്പാൻ ചിലതിനെ സ്വർഗത്തിലെ അപ്പൻ നിന്റെ കാൽ കീഴിലിട്ട് തരികയാ. ഉടമന സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചവച്ചു കളയോ. ഉടമന രഗബന മൗഷമന ഘടക ശാന്തൽക്കമാനിയ ജീവൻ വെടിയേണ്ടതായ സാഹചര്യങ്ങൾ കൂടെ ഒരുപക്ഷെ കടന്നുപോയെന്ന് വരാം, പക്ഷേ യോർദാൻ വിട്ട് നീ പുറകോട്ട് പോകരുത്. ഓ, എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും കർത്താവ്. ഉടമ രഗത വൈഷമന ഘടക ശാന്തൽക്കമാന. ഓ, വനാന്തരത്തിന്റെ അകത്ത് കാട്ടുപള്ളികളാൽ ചുറ്റപ്പെട്ട അനേക വൻമരങ്ങൾ ഉണ്ട് കേട്ടോ. വിവിധമാകുന്ന പ്രതിസന്ധികളിൽ അകപ്പെട്ട് കിടക്കുന്ന ചില വൻമരങ്ങൾ ഉണ്ട് കേട്ടോ. അതിനെ വെട്ടിയെടുക്കുവാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തേ ഉടമന ഘടകസിയ ക്രിസ്തുവാകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് അതിനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന് ഓരോരുത്തരെയും ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഏത് തന്നെയായിരുന്നാലോ ആമേൻ അതുപോലുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലതിനെ വെട്ടിയെടുക്കുവാൻ, ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും ഒറ്റപ്പെടലിലും കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ആകയാൽ ഈ ദിവസങ്ങൾ എത്ര പേർ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കും? എന്റെ സ്വന്തം ശക്തി കൊണ്ടോ, എന്റെ ബുദ്ധി കൊണ്ടോ, എന്റെ കഴിവ് കൊണ്ടോ ഈ യോർദാനെ ജയിക്കുവാൻ എനിക്ക് കഴിയത്തില്ലപ്പാ. ഒന്ന് പറയാൻ തയ്യാറായിക്കേ. അപ്പാ, എന്റെ സ്വന്തം ശക്തി കൊണ്ട്, എന്റെ സ്വന്തം ബുദ്ധി കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് യോർദാനെ ജയിക്കുവാൻ എനിക്ക് കഴിയത്തില്ലപ്പാ. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ചില വൻമരങ്ങളെ മിന്നിലൂടെ പുറത്തു കൊണ്ടുവരുന്നതായിട്ടുണ്ട്. പ്രതിസന്ധിക്കകത്ത് കാട്ടുവള്ളി പോലെ ചുറ്റപ്പെട്ട് കിടക്കുന്ന, ബന്ധനത്തിൽ കിടക്കുന്ന, പ്രതികൂലങ്ങളുടെ അകത്ത് ആശയറ്റ് കിടക്കുന്ന ചിലതിനെ, നിരാശയിലേക്ക് കൂപ്പുകുത്തി കിടക്കുന്ന ചിലതിനെ ക്രിസ്തുവാകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കോ? ഓ, സൂസൻ ജോർജ് ആയിഡിൽവനാന്റെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേ. റാബാലാദന ഹന്തൽ കമാനിയ ബിജി ബിന്നി ആന്റെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ചില വൻമരങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഒന്നും കൂടെ ഏൽപ്പിച്ചു കൊടുത്തേ. ഉരബ സമന രഗൽ കമന. ഇപ്പൊ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നും കൂടെ സമർപ്പിച്ച ദൈവജനമേ, ഒന്നും കൂടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേ. ദുരാധര ദുരാധര അന്തരാധര ദുരിയാധര വൈരമനാവിയ അർഗമനഘടക ശാന്തൽക്കമന. ഈ ദൂതിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. ലാഖമാനക ശാന്തൽക്കമാനഘടകസി. നോക്കണമേ, ആമൻ ഇവിടെ അവര് പറയുക, പ്രവാചകനെ നീ ഞങ്ങളുടെ കൂടെ വരണം. അതിൽ ഒരുവൻ പറഞ്ഞു, പ്രവാചക എലീസയെ നീ ഞങ്ങളുടെ കൂടെ വരണം. ഇന്ന് രാത്രികാലം ആ സ്വർഗത്തിലെ അപ്പനോട് പറഞ്ഞു, യേശു അപ്പാ എന്റെ കൂടെ അങ്ങ് വരണം. ഞാൻ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധിക്കകത്താപ്പാ, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലാപ്പാ, കുറ്റപ്പെടുത്തലിന്റെ അനുഭവത്തിലാപ്പാ, മാറ്റി നിർത്തപ്പെടുന്ന അനുഭവത്തിലാപ്പാ, മറ്റാരും എന്നെ സഹായിക്കാൻ എന്റെ കൂടെ ഇല്ലപ്പാ, മറ്റാരും എനിക്കൊരു ആശ്വാസ വാക്ക് പറയുവാൻ എന്റെ കൂടെ ഇല്ലപ്പാ. സ്വർഗത്തിലെ അപ്പനെ നീ എന്റെ കൂടെ വരണമേ. അടകമനഘടക ശാന്തൽക്കമന. യേശു കൂടെ ഉണ്ടെങ്കിൽ ജയം നിശ്ചയമാം. ഈ പരാജയപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സിജി പ്രമോദ്, നീ പരാജയപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അടകമനഘടക ശാന്തൽക്കമാനഘടസിയാന. ആമേൻ. മോശ ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞു, തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുക.
വരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ. ഇന്ന് രാത്രി സാന്നിധ്യം ചോദിച്ചത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകോ? ആ തിരു സാന്നിധ്യം കൂടെ വന്നാൽ യോർദാൻ പിൻവാങ്ങും കേട്ടോ. ആമേൻ. ആ തിരു സാന്നിധ്യം നിന്റെ കൂടെ വന്നാൽ ചെങ്കടൽ നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറും കേട്ടോ. ആ സാന്നിധ്യം നിന്റെ കൂടെ വന്നാൽ യെരിഹോവിന്റെ വൻമതിൽ നിന്റെ മുമ്പിൽ അടിയറവ് പറയും കേട്ടോ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായിരിക്കും ദൈവജനമേ. ആമേനപ്പാ. മറ്റൊന്നും വേണ്ടപ്പാ. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ സാന്നിധ്യം. ഓ രമന ഹംദൽ കമന. ഓ മാറാത്ത വിശ്വസ്തനായവന്റെ സാന്നിധ്യം. മനുഷ്യർ പലരും വാക്ക് പറഞ്ഞ് മാറിപ്പോകും കേട്ടോ. പക്ഷെ വാക്കുമാറാത്ത വിശ്വസ്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ എത്ര പേർ ചോദിച്ചു പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? സാന്നിധ്യം കൂടെ വന്നാൽ ചില ചെങ്കടലുകൾ വഴിമാറോ, ചില യോർദാൻ പിൻവാങ്ങോ, എരിഹോമിന്റെ മുമ്പിൽ അടിയറവ് പറയോ. ഓ അപ്പ ആ സാന്നിധ്യം എനിക്ക് വേണോ. ആ സാന്നിധ്യം ചുമക്കുന്നവളാക്കി എന്നെ ഒന്ന് തീർക്കണമപ്പാ. എന്റെ ഭവനത്തെ ഒന്ന് തീർക്കണമപ്പാ. എന്റെ ഭർത്താവിനെ ഒന്ന് തീർക്കണമപ്പാ. എന്റെ ഭാര്യയെ ഒന്ന് തീർക്കണമപ്പാ. എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് തീർക്കണമപ്പാ. എന്റെ മരുമക്കളെ ഒന്ന് തീർക്കണമപ്പാ. എന്റെ കൊച്ചുമക്കളെ ഒന്ന് തീർക്കണമപ്പാ. ഒന്നേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച്, ഒന്നേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച്. മറ്റൊന്നും വേണ്ടപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഈ യോർദാന്റെ നടുവിൽ ഞാൻ ചോദിക്കപ്പാ. അങ്ങയുടെ സാന്നിധ്യം മതിയപ്പാ. അങ്ങയുടെ സാന്നിധ്യം മതിയപ്പാ. അങ്ങയുടെ സാന്നിധ്യം മതിയപ്പാ. നോക്കണമേ. ആമെ ജീവൻ പോലും അവഗണിച്ച് ദൈവഹിതപ്രകാരം ആമെ പ്രവർത്തിക്കുന്ന ദൈവ പൈതലെ, ഈ ലോകമാകുന്ന വനാന്തരത്തിന്റെ അകത്ത്, ആമെ വലിയ വലിയ പ്രതിസന്ധികളുടെ അകത്ത് കാട്ടുവള്ളികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതായ ചിലതിന്റെ ബന്ധനത്തെ അഴിപ്പാനാണ് എന്റെ ദൈവം നിന്നെ കണ്ടത്. അടകമനകടക ശാന്തൽ കമാനിയ വൈഡമന തിരുവചനം ഇപ്രകാരം പറയുന്നു: ഇരുമ്പായുധം മൂർച്ചയില്ലാതിരുന്നിട്ട് അതിന്റെ വായ്ത്തല തേക്കാതിരുന്നാൽ നീ അധിക ശക്തി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ഇന്ന് രാത്രി ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടട്ടെ. ആത്മാവിൽ, പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ ജാഗരിക്കട്ടെ. രാത്രിയുടെ യാമങ്ങളില്, പ്രഭാതത്തിന്റെ യാമങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ആ നഷ്ടപ്പെട്ടു പോയ സന്ധ്യായാഗം, ആ നഷ്ടപ്പെട്ടു പോയ പ്രഭാത പ്രാർത്ഥന, ആ നഷ്ടപ്പെട്ടു പോയ ഇടവിട്ടുള്ള പ്രാർത്ഥന, ആ നഷ്ടപ്പെട്ടു പോയ യാമാരംഭത്തിലുള്ള പ്രാർത്ഥനയിലേക്ക് ദൈവജനമേ ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാക്. ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാക്. ഇരുമ്പായുധ മൂർച്ചയില്ലാതിരുന്നിട്ട് അതിന്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അധിക ശക്തി പ്രയോഗിക്കേണ്ടി വരും. പണ്ട് ഞാൻ ഉപവസിച്ചു, പണ്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാ. അതുകൊണ്ട് ഇന്ന് നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രതിസന്ധിയെ വെട്ടിക്കേറുവാൻ നിനക്ക് കഴിയത്തില്ല. ആമൻ. ഇന്ന് നീ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ മേൽ വെട്ടി ജയമെടുത്ത് കയറണമോ? പുതിയത് പ്രാപിക്കുവാൻ ദൈവപാദവിടെ ഇരിക്കട്ടെ. അടകമനകടക ശാന്തന ഇരുമ്പായുധ, പഴയ ഇരുമ്പായുധം കൊണ്ട് ആമൻ ഇപ്പോൾ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല കേട്ടോ. ആത്മാവിന്റെ വാളിനൊന്ന് മൂർച്ച കൂട്ടിക്കേ. ആ വചന ധ്യാനത്തിലേക്കൊന്ന് മടങ്ങി വന്ന് അടകമനക ശാന്തൽ ഖമനകടക സിയാന അർദ്ധമനാദിയ. ഇവിടെ എലീശയെ ഒരുത്തനെ മാത്രമേ വിളിച്ചുള്ളൂ. വീട്ടിൽ മറ്റാരുമില്ലെങ്കിലോ, മറ്റാരും കൈത്താങ്ങില്ലെങ്കിലോ ഒറ്റയ്ക്ക് പറ: യേശുവപ്പ എന്റെ കൂടെ അങ്ങയുടെ സാന്നിധ്യം വരണോ. എന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ അകത്ത് അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണോ. അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ നടത്തണോ. അങ്ങയുടെ സാന്നിധ്യം വഹിക്കുന്നവളാക്കി എന്നെ തീർക്കണമപ്പാ. ഉടറമന അതൽക്കമനദ വൈഷമനഗ സംഭവാരകൽക്കനാഭ്യർത്ഥന പ്രഭ അടകമനഗടക ശംധുരാരകൽക്കമന. പിശാചെപ്പോഴും തന്ത്രശാലിയ. അവന്റെ തല യേശു കാൽവരയിൽ തകർത്തതാ. അവൻ ആയുധമില്ലാത്തവന, പക്ഷേ അവന്റെ പക്കൽ അനേക തന്ത്രങ്ങൾ ഉണ്ട് കേട്ടോ. ഈ രാത്രി തന്ത്രങ്ങളെ തിരിച്ചറിയട്ടെ. തന്ത്രങ്ങളെ തിരിച്ചറിയട്ടെ. തന്ത്രങ്ങളെ തിരിച്ചറിയട്ടെ. വചനം പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയണം.
അറിയാത്തവരല്ലോ. ശത്രുവിടുന്ന തന്ത്രങ്ങൾ ശോശാമ പൊടിക്കുഞ്ഞ് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോ, ഭവനം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോ. ഈ ദിവസങ്ങൾ ശത്രുവിന്റെ ചില തന്ത്രങ്ങളെ തിരിച്ചറിയട്ടെ. ഓ രാമന ഹന്തൽ കമന ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ആമേനാമ രമന ഘടക ശാന്തനാഥന. ഓ അവർ ഒരു വഴിയായി നിന്റെ നേരെ വരൂ, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകോ. ഇന്ന് രാത്രി എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കോ. ഒരാളോട് ദൈവാലോചന പറയുമ്പോ തന്നെ ആമൻ അവൻ ഓരോരുത്തരും അത് ഏറ്റെടുക്കണോ. അടകമനക ശാന്തൽക്കമാനക ക്ഷസിയാനക. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ ഓടിപ്പോ. വചനം പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകൂ. ഇന്ന് രാത്രി ചിലത് ഓടിപ്പോകട്ടെ. ചില ഭവനങ്ങളെ വിട്ട്, ചില പട്ടണങ്ങളെ വിട്ട്, ദേശങ്ങളെ വിട്ട് ചില ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഓടി മറയട്ടെ. തടഞ്ഞു വച്ചിരിക്കുന്ന, തടസ്സം ചെയ്തിരിക്കുന്ന ദേശാന്തര ശക്തികൾ യേശുവിൻ നാമത്തിൽ ഓടിമാറട്ടെ. നോക്കണമേ, വായ്പ വാങ്ങിയ കോടാലി, അവൻ മരം മുറിക്ക വെച്ച് യോർദാന്റെ ആഴത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കണമേ, പ്രവർത്തന മണ്ഡലത്തിലുണ്ടായ പരാജയം അവനെ പ്രവർത്തന രഹിതനാക്കി മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. നോക്കണമേ, അവൻ അതിൽ തുടരാനൊന്നും അവൻ ആഗ്രഹിച്ചില്ല കേട്ടോ. എവിടെ നഷ്ടപ്പെട്ടു പോയോ അവിടെ തന്നെ ഇരുന്ന് അവൻ ആ തീരം വിടാതെ, ആ യോർദാന്റെ തീരം വിടാതെ അവൻ കരയാൻ തയ്യാറായേ, അവൻ നിലവിളിക്കാൻ തയ്യാറായേ, തന്റെ നഷ്ടത്തെ കുറിച്ച് ബോധവാനായി തീർന്നു. ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ചില വിഷയങ്ങളുടെ അകത്ത് പ്രാർത്ഥിച്ചു മടുത്തുവെന്ന് പറയാതെ ആ വിഷയം വിടാതെ വെച്ച് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. അത് ഞാൻ പ്രാരംഭം പറഞ്ഞതുപോലെ, കാറ്റ് കണ്ടില്ലെങ്കിലോ മഴ കണ്ടില്ലെങ്കിലോ താഴ്വര വെള്ളം കൊണ്ട് നിറയോ. ഓ ദൈവപ്രവർത്തിക്ക് ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലത്ത് യഹസ്കേലിനെ കൊണ്ട് നിർത്തിയത്. ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ പ്രവാചക? അവൻ പറയേ, യഹോവേ നീ അറിയുന്നു. ആ ഉണങ്ങിയ അസ്ഥിയുടെ ചുറ്റി നടക്കാൻ മാത്രമല്ല ദൈവം നിന്നെ കണ്ടത്, നീ ചുറ്റി അതിനെ നോക്കി നടന്നത് മതി. അവൻ വീണ്ടും നോക്കുന്നോറും നിന്റെ പ്രതീക്ഷ അസ്തമിക്കത്തേ ഉള്ളൂ, നിനക്ക് നിരാശ കൂടത്തേ ഉള്ളൂ. അടകമനകടകസി. അതുകൊണ്ട് ഉണങ്ങിയ അസ്ഥിയെ നോക്കി ചുറ്റി നടക്കാതെ ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മ പറയുകയോ, ആത്മാവിൽ ഉണങ്ങിയ അസ്ഥികള് യഹോവയുടെ വചനം കേൾപ്പീൻ. ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കുവാൻ തയ്യാറാകട്ടെ. റമനബന ഹംദൽ കമന. ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ ഊതുക, ഊതുക, ഊതുക. ഇന്ന് രാത്രി റാബക ശാന്തൽ കമാനിയ. ഓ നീ ചുറ്റി നടന്നത് മതിയെന്ന്, നീ അതിനെ നോക്കി നടന്നത് മതിയെന്ന് ആ വിഷയത്തെ അങ്ങോട്ട് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം പറഞ്ഞ ആലോചന ഉരുവിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ. ആത്മാവിൽ അഗസ്ത്യനെ പോലെ പ്രവചിക്കുവാൻ തയ്യാറാകട്ടെ. ഒരു വൻ സൈന്യമായി, ഒരു സാക്ഷ്യമായി, ചിലവിന്റെ ശവക്കുടിക്ക് സമമായ നാറ്റം വച്ച അനുഭവങ്ങളുടെ അകത്തു നിന്ന് ദൈവാത്മാവ് ചിലവിനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം നാറ്റ വിഷയമായിരുന്നാലോ, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലോ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക, ഒരു സൈന്യമായി പുറത്തു വരാൻ പോകുകയാ. ഒരു സൈന്യമായി പുറത്തു വരാൻ പോകുകയാ. അവൻ യോർദാൻ വിടാതെ ഉറക്ക നിലവിളിച്ച് അവന് നല്ല ബോധ്യം ഉണ്ടായി. ഞാൻ പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, എവിടെയാ നഷ്ടപ്പെട്ടു പോയത്? ആ യോർദാന്റെ തീരം അവൻ വിട്ടുപോയില്ല കേട്ടോ. ആ യോർദാന്റെ തീരം വിട്ടുപോയില്ല. അവിടെ ഇരുന്ന് നിലവിളിച്ചു. അടുത്ത കോടാലി തേടി പോയില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തയാളുടെ വായ്പ വാങ്ങാൻ വീണ്ടും പോയില്ല. തന്റെ നഷ്ടത്തെ കുറിച്ച് ബോധവാനായിരുന്നു. ഇന്ന് രാത്രിയിൽ എവിടെയാ ശ്രദ്ധ മാറിപ്പോയോ? ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നീ ഉറങ്ങിപ്പോയോ? അത് ചെയ്യാതെ നീ മയങ്ങിക്കിടക്കുകയാണോ? ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് മടങ്ങി വാ. ആ പ്രാർത്ഥനയിലേക്ക്, ആ ആരാധനയിലേക്ക്, ആ ഉപവാസത്തിലേക്ക്, ആ വചന ധ്യാനത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ ഈ രാത്രി തയ്യാറാകട്ടെ.
അടകമനഘടക ശാന്തൽക്കമന അർഗമന മൺകൂടാരത്തിൽ പകർന്നത് സ്വന്തമല്ല കേട്ടോ, ദൈവത്തിന്റെ ദാനമത്രേ, ദൈവത്തിന്റെ ദാനമത്രേ. ആത്മശക്തിയാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ. ഉടമന രഗലഘടകസിയ എവിടെയാ നഷ്ടപ്പെട്ടു പോയത്? അവൻ എവിടെയാ നഷ്ടപ്പെട്ടു പോയത്? ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാതെ മയങ്ങി മുറങ്ങി കിടക്കുകയാണോ? അവൻ ഇന്ന് രാത്രി കർത്താവ് ഉടമന ഘടകസിയ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയെ കുറിച്ച് അവന് ബോധമില്ലാതെ, ഒരു തിരിച്ചറിവില്ലാതെ, അതിന് ഗൗരവം കൊടുക്കാതെ ഇന്ന് രാത്രി നീ ആയിരിക്കുകയാണോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ഒരു മടങ്ങി വരവനായി ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവ്, എന്റെ ശ്രദ്ധ കുറവ് കൊണ്ടാ, ഞാൻ ഉറങ്ങിയത് കൊണ്ടാ, ഞാൻ മയങ്ങിയത് കൊണ്ടാ അപ്പാ ആയുധം യോർദാന്റെ ആഴത്തിൽ പോയത്. യോർദാന്റെ ആഴത്തിൽ പോയ ഒരു വസ്തുവും പിന്നെ തിരികെ വന്ന ചരിത്രമില്ല കേട്ടോ. പക്ഷേ അവൻ തീരം വിടാതിരുന്ന് നിലവിളിച്ചു. അവൻ പ്രവാചകനോട് തന്റെ കാര്യം പറഞ്ഞു. ഇന്ന് രാത്രികാല സ്വർഗത്തിലെ നല്ല പ്രവാചകനോട് നിന്റെ കാര്യം പറ, നിന്റെ വിഷയം പറ. നഷ്ടപ്പെട്ടു പോയപ്പാ, ഇന്ന സ്ഥലത്ത് എനിക്ക് വീഴ്ച പറ്റിപ്പോയപ്പാ, എന്നോടൊന്ന് ക്ഷമിക്കണമേ, എന്നോടൊന്ന് ക്ഷമിക്കണമേ, ഞാൻ ഇതാ മടങ്ങി വരികയപ്പാ. റബലക ശാന്തൽക്കമാന അർഗമന ഘടകസിയ അവൻ എലീശയോട് കാര്യം പറഞ്ഞു. വചനം പറയുന്നു, അവനൊരു കോൽ വെട്ടി അവൻ എവിടെയാണോ ഇരുമ്പായുധം പോയത് അവിടേക്ക് അവൻ ഇടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം കേവലം ഒരു കോലിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ യോർദാന്റെ ആഴം പിടിച്ചു വച്ചതായ, യോർദാന്റെ ആഴം കുത്തൊടുക്കിനാൽ ദിശ മാറിക്കിടന്നതായ, ഒരിക്കലും തിരികെ ലഭിക്കയില്ല, ചാവുകടലിന്റെ ന്യായവിധിയിൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതായി യോർദാൻ ദിശ മാറ്റി കൊണ്ടുപോയതായ പ്രവാചക ശിഷ്യന്റെ ഇരുമ്പായുധ നഷ്ടപ്പെട്ട ഇടത്തു തന്നെ പൊങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രികാലം നഷ്ടപ്പെടാൻ പോകുകയല്ല, നഷ്ടപ്പെടാൻ പോകുകയല്ല. നിന്റെ തലമുറ നഷ്ടപ്പെടാൻ പോകുകയല്ല, നിന്റെ കുടുംബജീവിതം നഷ്ടപ്പെടാൻ പോകുകയല്ല, നിന്റെ ജോലി മണ്ഡലം നഷ്ടപ്പെടാൻ പോകുകയല്ല, നിന്റെ ശുശ്രൂഷ മണ്ഡലം നഷ്ടപ്പെടാൻ പോകുകയല്ല. അതിന്റെ അകത്തു തന്നെ നിന്റെ അവകാശങ്ങൾ നഷ്ടപ്പെടാൻ പോകുകയല്ല. അവിടെ തന്നെ നിന്നു ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. നെഹമ്യാവ് പറഞ്ഞു, എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമോ, എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമോ? ഇന്ന് രാത്രി ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകട്ടെ. അവിശ്വാസമുള്ള ഹൃദയങ്ങളും മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ഉറച്ചു നിന്നാൽ ഒരു വലിയ ദൈവ പ്രവൃത്തി നീ കാണുവാനായിട്ടിടയായി തീരോ. ഉടമന രഗനഘടക ശാന്തൽക്കമന വീണ സ്ഥലം കാണിച്ചു കൊടുത്തു. അവൻ കോൽ വെട്ടിയിട്ടു. വചനം പറയുന്ന ഇരുമ്പ് പൊങ്ങി വന്നു. ഒരിക്കലും യോർദാന്റെ ആഴം തരില്ലെന്ന് പറഞ്ഞ് പിടിച്ചു വച്ചത് നിന്റെ അവകാശങ്ങൾ, നിന്റെ നന്മകൾ, നിന്റെ തലമുറ, നിന്റെ കുടുംബജീവിതം, നിന്റെ ആരോഗ്യം, ഏത് മേഖലയാ ശത്രു കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നത്? അടകമനക ശാന്തൽക്കമാനിയ അർഗമനക ശാന്തരാരക. നിന്റെ സാമ്പത്തിക മേഖലയാണോ? ഏത് വിഷയത്തിന്റെ മേഖല? ശുശ്രൂഷ മേഖലയാണോ? രമനക ഏതു മേഖലയാ? ഇനി ഒരിക്കലും നിനക്ക് തിരികെ തരില്ല, ഇത് നഷ്ടപ്പെട്ടെന്ന് നീ കരുതിക്കോ എന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിക്കുന്നത്, അത് നിന്റെ കരത്തിൽ തിരികെ വരാൻ പോകുകയാ. അത് മടങ്ങി വരാൻ പോകുകയാ. അത് യോജിക്കപ്പെടാൻ പോകുകയാ. അത് മടങ്ങി വരാൻ പോകുകയാ. ഒരു ദൈവ പ്രവൃത്തിയായി, ഒരു സാക്ഷ്യമായി അത് മാറാൻ പോകുകയാ. ഇന്ന് രാത്രി തീരം വിടാതെ പ്രവാചക ശിഷ്യൻ നിലവിളിച്ചതുപോലെ വിഷയത്തിൽ നിന്റെ ശ്രദ്ധ മാറാതെ ആത്മാവിൽ ജാഗരിക്കുവാൻ തയ്യാറാകട്ടെ. ഒരു ദൈവ പ്രവൃത്തി നീ കണ്ടനുഭവിച്ച് സന്തോഷിക്കുവാനിടയായി തീരോ. എത്ര യോർദാന്റെ അടിത്തട്ട് പിടിച്ചു വച്ചതായാലോ. അവൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെള്ളത്തിന്റെ മേൽ ദൈവശക്തി, അടകമനക ശാന്തൽക്കമന ദൈവശക്തി വ്യാപരിച്ചു, ദൈവശക്തി വ്യാപരിച്ചു. ഇന്ന് രാത്രി ചില ഇരുളിന്റെ മണ്ഡലങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന അവകാശങ്ങൾ, ചില അനുഭവിക്കേണ്ട ചില നന്മകൾ, റമനകട അവകാശങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന തലത്തിന്റെ അകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോ അവിടെ ഇപ്രകാരം കാണുകയാ. 10 ദ്രഹ്മ. ആ സ്ത്രീയുടെ 1 ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി. വചനം പറയുന്നു, നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു പോട്ടെ എന്ന് കരുതിയില്ല കേട്ടോ അവള്. വീടിന്റെ അകത്ത് നഷ്ടപ്പെട്ടത് അവർ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ച് അടിച്ചു വാരി നഷ്ടപ്പെട്ടത് തിരികെ എടുപ്പാനായിട്ട് ഇടയായി തീർന്നു. വീട്ടിന്റെ
ഭവനത്തിന്റെ അകത്ത് വെച്ച് നഷ്ടപ്പോയത് ആമേൻ സംസാരത്തിലാകാം, ആമേൻ അത് കൊടുക്കൽ വാങ്ങലുകളിലാകാം, ഏത് മേഖലയിലാ നഷ്ടം സംഭവിച്ചത് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തേ. ഉടമന ഹന്തര രകൽക്കമനക ചസിയ ഭവനത്തിന്റെ അകം ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടത് അവൾക്ക് തിരികെ ലഭിക്കാൻ ഇടയായി തീർന്നു. അവൾ വിളക്ക് കത്തിച്ച് ആമേ ഭവനത്തിന്റെ അകം അടിച്ചു വാരി ഒറ്റയ്ക്ക് ഇന്ന് രാത്രിയില് ആമൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ, വചനം ധ്യാനിക്കാനായിട്ട് തയ്യാറായിക്കോ, രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. നിന്റെ ഭവനത്തിന്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയത് തിരികെ കർത്താവ് തരാൻ പോകുകയാ, നഷ്ടപ്പെട്ടു പോയത് തിരികെ തരാൻ പോകുകയാ. അടകമന നഷ്ടദുഃഖത്തോടെ ഇരിക്കേണ്ടതായി വരത്തില്ല കേട്ടോ. നീ സാക്ഷ്യം പറയാൻ പോകുകയാ, നീ സാക്ഷ്യം പറയാൻ പോകുകയാ. ഒരു വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ പോകുകയാ. ഉടമന രഗനക ശാന്തൽക്കമന ഘടകസിയാന അർഗമന ധിരാജകൾ പ്രൗഢമന ഘടകസിയ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ആ ഇരുമ്പ് പൊങ്ങി വന്നു, ആ ഇരുമ്പ് പൊങ്ങി വന്നു, ആ ഇരുമ്പ് പൊങ്ങി വന്നു. എവിടെയാണോ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട ഇടത്തൊരു ദൈവ പ്രവൃത്തി, നഷ്ടപ്പെട്ട ഇടത്തോമന ആമൻ നഷ്ടപ്പെടത്തെ ആമൻ എവിടെയാണോ നഷ്ടപ്പെട്ടു പോയത് അവിടെ ഒരു ദൈവ പ്രവൃത്തി പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ പോകുകയാ. ഉടമന രകൽക്കമന നഷ്ടദുഃഖത്തോടെ ദൈവജനമേ നിങ്ങൾ ഇരിക്കേണ്ടതായി വരത്തില്ല കേട്ടോ. ആമൻ 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 അവൾ ആമൻ വീട് അടിച്ചുവാരി വിളക്ക് കത്തിച്ച് അടിച്ചുവാരി നഷ്ടപ്പെട്ട് തിരികെ പ്രാപിച്ചു. ഭവനത്തിന്റെ അകത്ത് ആഴമേറിയൊരു ശുദ്ധീകരണത്തിനായി എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? എന്റെ ഭവനത്തെ ഒന്ന് ശുദ്ധീകരിക്കണമപ്പാ, എന്റെ തലമുറകളെ ഒന്ന് ശുദ്ധീകരിക്കണമപ്പാ, എന്റെ പ്രിയപ്പെട്ടവളെ ഒന്ന് ശുദ്ധീകരിക്കണമപ്പാ. ആഴമേറിയ ശുദ്ധീകരണത്തിനായി ഞാനിതാ അപ്പന്റെ പാദപടിയോട് അടുത്തു വരികയാ. നീ ശുദ്ധീകരിക്കുവാൻ തയ്യാറായാൽ ഓ തിരുവചനം പറയുന്നു യോശുവ 3:5 നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കോ. ഇന്ന് രാത്രി ആഴമേറിയൊരു ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ, കൃപകൾ, കൃപാവരങ്ങൾ എവിടെയാ നഷ്ടപ്പെട്ടു പോയത്? എവിടെയാ മങ്ങലേറ്റത്? സംസാരത്തിലാണോ, കൊടുക്കൽ വാങ്ങലുകളാണോ, നോട്ടത്തിലാണോ, ചിന്തയിലാണോ, ഓ ദൈവവുമായുള്ള ബന്ധത്തിലാണോ, മനുഷ്യനുമായുള്ള ബന്ധത്തിലാണോ? എവിടെയാ നഷ്ടപ്പെടുത്തി കളഞ്ഞത്? അപ്പാ ഞാനിതാ മടങ്ങി വരികയപ്പാ. ഓ നീ ഒന്ന് ശോധന ചെയ്യുവാൻ തയ്യാറായിക്കേ. ഉടമന ഹംദൽ കമന കാലേബിനെ പോലെ ഒന്ന് ശോധന ചെയ്യുവാൻ തയ്യാറായിക്കേ. ഉടമന രഗൽ കമനാബന ഞെരുക്കം മാറണമോ? ഒരു വിശാലത വെളിപ്പെട്ടു വരണമോ? അടകമനകടകസിയെ ആഴമേറിയ ഒരു ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കർത്താവേ ഞാൻ അടുത്തു വരികയപ്പാ. നിന്റെ ജനത്തെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ. ആമേൻ. അതേ യോർദാന്റെ അകത്ത് ചില വർഷങ്ങൾ, ദീർഘവർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് സ്നാനമേറ്റു. ആമേൻ. അനേകരെ കുത്തിയൊഴുക്കി ചാവുകളെല്ലാം അവസാനിപ്പിച്ച അതേ യോർദാനിൽ യേശു കർത്താവ് ലോകരക്ഷകനായവൻ, പാപപരിഹാര ബലിയായവൻ. ആമേൻ ആമേൻ. നോക്കണമേ, യേശു കർത്താവ് ആ യോർദാനിൽ സ്നാനമേൽപ്പാനിടയായി. വചനം പറയുന്നു അതുവരെ തുറക്കപ്പെടാത്ത സ്വർഗം ആമേൻ ആമേൻ ആ യോർദാനിൽ തുറക്കപ്പെടുവാൻ ഇടയായി തീർന്നു. സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന സാക്ഷ്യവും ദൈവശബ്ദവും കേൾക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. അനേകരെ അവസാനിപ്പിച്ച യോർദാനിൽ യേശുവിന് വേണ്ടി സ്വർഗം തുറന്നു. ഓ ആമേൻ. സാക്ഷ്യം വെളിപ്പെട്ടു വന്നു. ഇന്ന് രാത്രികാലം അനേകരെ അവസാനിപ്പിച്ചു കളഞ്ഞ യോർദാൻ ഈ ലോകമാകുന്ന വനാന്തരത്തിന്റെ അകത്ത്, ഓ റമനഘടക ശംദൽ കമനാബന, ഈ ലോകമാകുന്ന യോർദാന്റെ അകത്ത് വിശ്വാസത്തിന്റെ പടകിൽ നാം യാത്ര ചെയ്യുമ്പോൾ അനവധി പ്രതിസന്ധികളും തിരമാലകളും ആമൻ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കാം. പക്ഷെ വചനം പറയുന്നു വിശ്വാസത്തിന്റെ നായകനോ പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കണോ. ആ നിത്യത അത് നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. പലവിധമാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഈ ലോകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കോ. പലരും പിന്മാറിപ്പോയില്ലേ? അതല്ലേ നമ്മുടെ കാതുകളിൽ കേൾക്കുന്നത്? ആമേ. പലരോ ഈ പോർക്കളത്തിൽ പട്ടുപോയില്ലേ?
അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടകമനഘടക ശബ്ദൽക്കമനഘടക സിയാന. ഓ പാപെ പലതും കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കി ശപിക്കപ്പെട്ടതായി പോയില്ലേ? അതല്ലേ നാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത്. അങ്ങനെയുള്ള അനുഭവത്തിന്റെ അകത്ത് ഇന്ന് രാത്രി കർത്താവ് ഉടമനക ശബ്ദൽക്കമന, കർത്താവ് എന്നെ വിളിച്ച വിളി, എന്നെ അങ്ങ് തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ മഹത്വം ഞാൻ അനുഭവിക്കട്ടെ. അടകമനക ശബ്ദൽക്കമന, നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ദൈവ പൈതല്, ആമെ പ്രതിസന്ധികളിലോ പ്രതികൂലങ്ങളിലോ ആമൻ അതിന്റെ അകത്ത് തളർന്നു പോകാതെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആമെ ചില പ്രോത്സാഹന സമ്മാനങ്ങൾ ഈ ലോക ജീവിതത്തിൽ സ്വർഗത്തിലെ അപ്പൻ നിനക്ക് നൽകോ. ആ പ്രോത്സാഹന സമ്മാനത്തിന്റെ അകത്ത് നിന്റെ ഹൃദയം ഉടക്കി, നിന്റെ കണ്ണുകൾ ഉടക്കി അതിലേക്ക് തിരിഞ്ഞു പോകാതെ നിത്യതയ്ക്കായി 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 മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എല്ലാ കണ്ണുകളും ദൈവസ്ഥലത്തിൽ അടച്ചാട്ടപ്പ, നിന്റെ ജനത്തെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുകയാ, നിന്റെ ജനത്തെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുകയാ. ഒരു വലിയ ദൈവ പ്രവർത്തനത്തിന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുവാൻ, മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണം അപ്പാ. അടകമനഘടക ശാന്തൽക്കമന, അതിന്റെ 3-ാം വാക്യത്തിൽ പ്രകാരം പറയുന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവേ. പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ, പ്രതികൂലങ്ങളിൽ തളർന്നു പോകാതെ ക്രൂശിനെ കർത്താവിനെ ധ്യാനിക്കുവാൻ, ആമെ നിത്യതയെ ലക്ഷ്യമാക്കി ഓടുവാൻ നിന്റെ മക്കളെ സഹായിക്കണം. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനം കേട്ട ആരെങ്കിലോ ആമെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത, ജലത്തിലായ സാക്ഷീകരിക്കാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആമേനതെ കർത്താവേ, അവരുടെ ഹൃദയത്തിന്റെ അകത്ത് രൂപാന്തരം നൽകണമേ. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്ന് അവിടുത്തെ വചനമാണല്ലോ. ചിലർ കുടുംബങ്ങളിൽ തലമുറകൾ കർത്താവിനെ അറിയുവാൻ, ആമേനവെ കുടുംബ ആമൻ നാഥന്മാർ കർത്താവിനെ അറിയുവാൻ, ആമ ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, സ്വകുടുംബത്തിനൊക്കെ വേണ്ടി കണ്ണുനീരെടുക്കുന്നവരുണ്ടപ്പാ. അവരെ അവിടുത്തെ